ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. ഏപ്രിൽ 22 നാം ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളും ലോകമാകെ ചർച്ച ചെയ്യാനും സാമൂഹിക അവബോധം സൃഷ്ടിക്കാനും ലോകം കണ്ടെത്തിയ ദിനം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഭൗമദിനം കടന്നുപോയത്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനെക്കുറിച്ചു നാം ചർച്ച ചെയ്യുന്നത് ഭൂമിയും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയും സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലത്താണ്. ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് ഏപ്രിൽ 22 ഭൗമദിനമായി ആചരിച്ചു വരുന്നത്. ഭൗമദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭൂമി എന്ന അദ്ഭുത ലോകത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ അബ്ദുൽ ഹമീദ് ഇ. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ മുദ്രാവാക്യമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അറിവായിടത്തോളം വാസയോഗ്യമായ ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമി ഇന്ന് നേരിടേണ്ടി വരുന്നത്. അഗ്നി പർവ്വത സ്ഫോടനങ്ങൾ, അതുപോലെ കാട്ടുതീ, ഇത് രണ്ടും ഏതാണ്ട് നമുക്ക് പ്രകൃതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളാണെന്ന് പറയാം. പക്ഷേ വെള്ളപ്പൊക്കം, വരൾച്ച, അതിലേക്ക് നയിക്കുന്ന അതിവൃഷ്ടി, അതിശൈത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പ്രധാനമായും മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോളതാപനം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഹരിതഗ്രഹവാതങ്ങളുടെ ഉത്സർജനം, സമുദ്ര ജലവിതാനം ഉയരൽ, സമുദ്രങ്ങളുടെ താപനിലയിലുണ്ടായിരുന്ന വർധന എന്നിവ മുഖ്യമായും മനുഷ്യനിർമ്മിത കാരണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അതിനു പുറമെ യുദ്ധവും യുദ്ധക്കെടുതികളും പ്രകൃതിയെ വല്ലാണ്ട് നശിപ്പിക്കുന്നുണ്ട്. സമാധാനാന്തരീക്ഷം തകർക്കുകയും ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് യുദ്ധം എന്ന് പറയുന്നത്. ഭൂമിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് മനുഷ്യനെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഭൂമി വളരെ അത്യാവശ്യമാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭൂമിക്ക് ഹാനികരമായത് എന്തൊക്കെയാണെന്നും അവ എങ്ങനെ തടയണമെന്നും നാം മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഭൂമിയിൽ അച്ചടക്കത്തോടെ ജീവിക്കുകയും വേണമെന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കേണ്ട സംഗതിയാണ്. നമ്മുടെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ ഈ ആഗോളതാപനത്തിനൊക്കെ തന്നെ കാരണമാകുന്ന ഊർജത്തിന്റെ ഉൽപ്പാദനം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ 80% പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എണ്ണയും വാതകങ്ങളും കൽക്കരിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവയ്ക്ക് പുതുക്കൽ ശേഷി ഇല്ല എന്ന് നമുക്കറിയാം. ഏതാണ്ട് 50-55 വർഷങ്ങൾ കൊണ്ട് ഇതിന്റെ ഉറവിടങ്ങളെല്ലാം വറ്റിത്തീരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഊർജ്ജശേഷി ഉള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ പുതുക്കൽ ശേഷിയുള്ള ഊർജ്ജ ഉറവിടങ്ങൾ നമ്മളത് കണ്ടെത്തുകയും അതിൽ ഗവേഷണം നടത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ വേണ്ടതാണ്. ഇപ്പോൾ സൗരോർജ്ജം ഒരു ഉദാഹരണമാണ്. അവ ധാരാളം നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന ആ ഊർജ്ജം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഈ ബദലായി നമുക്കുള്ള ഈ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഊർജ്ജമാർഗം എന്ന് പറയുന്നത് സൗരോർജ്ജവും അതുപോലെ പവനോർജ്ജവും ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഊർജ്ജത്തിനാണ് എന്ന് സൂചിപ്പിക്കേണ്ടല്ലോ. നമ്മുടെ ഈ ആഗോള താപനത്തിനും അതുപോലെ ഹരിതഗ്രഹവാതകങ്ങൾ ധാരാളം പുറത്തേക്ക് വിടുന്നതിനും നമ്മുടെ പരിസ്ഥിതിക്ക് തകരാറുകൾ സംഭവിക്കുന്നതിനും കാരണമായി സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഇതിന്റെ ഈ സംഗതി നമ്മൾ ഊർജ്ജം വളരെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യണം. അത് നമ്മുടെ ആർഭാട ജീവിതവും അതിനുവേണ്ടി ഉള്ളതല്ല. ആർഭാട ജീവിതവും അതിന്റെ നിർമ്മിതികളും നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനവും ജൈവലോകത്തിന്റെ ശോഷണവും തകർച്ചയും പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യത്തിന്റെ ദുരിതവും ഭൗമലോകത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആദി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ അബ്ദുൽ ഹമീദ് ഇ തുടരുന്നു. നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ച് നിലനിർത്തിയാൽ മാത്രമാണ് നമുക്ക് കൃഷിയെ സംരക്ഷിക്കാൻ കഴിയുക. നമുക്ക് താപനില വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഏപ്രിൽ മാസം ലോകത്താകമാനം ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, താപനില വർദ്ധിച്ചിരിക്കുന്നു, വല്ലാണ്ട് വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വറ്റിവരളുന്നു, അതിന്റെ ഭാഗമായി കൃഷി നശിക്കുന്നു, നമ്മുടെ മൃഗസമ്പത്തിന് നാശം സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കൃഷിയും അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളും അതുപോലെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തിയേ മതിയാകും. നമ്മൾ ആർഭാടത്തിന്റെ ഭാഗമായി ധാരാളം ഭക്ഷണം പാഴാക്കി കളയുന്നതായി റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഭക്ഷണം പാഴാക്കാതിരിക്കുക, അതുപോലെ
വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുക എന്നുള്ളത് വലിയ മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണം ഒരു വൻ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ വീടുകളെല്ലാം തന്നെ കാർബൺ സന്തുലിത വീടുകളാക്കി മാറ്റാൻ കഴിയും, ഹരിത ഭവനങ്ങളാക്കി മാറ്റാൻ കഴിയും, നെറ്റ് സീറോ കാർബണിലേക്ക് നമ്മുടെ പ്രദേശങ്ങളെ എത്തിക്കാൻ കഴിയും. അപ്പം നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ നാടും നഗരവും ഒക്കെ വൃത്തിയും വെടിപ്പുമുള്ളതാക്കി സൂക്ഷിക്കുക എന്നുള്ള ഇത്തരണത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതേപോലെ ഹരിത ഭവനങ്ങൾ എന്നുള്ള ആശയം ഞാൻ സൂചിപ്പിക്കേണ്ടായി. ആ രീതിയിലെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ ഭൂമിയെ ഒരു കോട്ടവും തട്ടാത്ത നിലയിൽ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭൂമി എന്ന് പറയുന്നത് ആരുടെയും ആർത്തിക്കുള്ളതോ അല്ലെങ്കിൽ ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല. അത് ഭൂമി എന്ന് പറയുന്നത് പൊതുസ്വത്താണ്. അതിൻ്റെ കാവലാളാകേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ തന്നെയാണ്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തന പരിപാടികളും ഒക്കെയായി നമുക്കൊരു പുതിയ ഒരു ജീവിത ശൈലി നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ഈ നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്ന, നമ്മുടെ ഈ ഭൂമിയെ മനസ്സിലാക്കുന്ന ഒരു തലമുറ, ആ തലമുറയിൽപ്പെട്ടവരാകണം നമ്മൾ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് സുരക്ഷിതമായി കൈമാറാനുള്ളതാണ് എന്നുള്ള ഒരു ബോധം ഈ ഭൗമദിന ചിന്തയായി നമുക്ക് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യാം. ഭൂമിയുടെ നിലനിൽപ്പ് വൈവിധ്യമെന്ന അദ്ഭുതത്തിലാണ്. അനിയന്ത്രിതമായ ചൂഷണവും പ്രകൃതി വിഭവങ്ങളുടെ ശോഷണവും പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ മുഖ്യ കാരണമായി തുടരുകയാണ്. ഭൂമി എന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ചും മനുഷ്യരുടെ ജീവിത വ്യവസ്ഥ സമ്മാനിക്കുന്ന ഭൗമ പ്രതിസന്ധിയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ രതീഷ് പാനപ്പറ്റ. ലോകം ഇന്ന് വലിയ ഊർജ പ്രതിസന്ധികളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഊർജത്തിൻ്റെ അമിത ഉപഭോഗം ആഗോള കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇന്ന് ഡാറ്റയാണ് ലോകത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കൽക്കരിയോ മറ്റ് ഫോസിൽ ഫ്യൂലുകളോ ലഭ്യമല്ലാത്ത ഒരു ഘട്ടത്തിൽ ലോകം പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഈ പശ്ചാത്തലത്തിൽ സുസ്ഥിര ഊർജോൽപാദനത്തിന് ഏറെ പ്രാധാന്യം നൽകി വരികയാണല്ലോ. ഇതിൻ്റെ ഭാഗമായി സോളാർ എനർജി, വിൻഡ് എനർജി തുടങ്ങിയ പുനരുൽപാദന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഹനങ്ങളുടെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സുസ്ഥിര പാരിസ്ഥിതിക വികസനത്തെ മുൻനിർത്തി ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ ഏതാണ്ട് 70% കൽക്കരിയിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെ കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി വാഹനങ്ങൾ ഓടിക്കുക എന്നത് എത്രത്തോളം പരിസ്ഥിതി സൗഹൃദപരമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പല മുന്നേറ്റങ്ങളും പരിസ്ഥിതി സൗഹൃദമല്ല എന്നും അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 70% കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വൈദ്യുത വാഹനം EV കാർ ചാർജ് ചെയ്യുന്നത് കൽക്കരി കത്തിച്ചു ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊണ്ടാണ് എന്നും നമ്മൾ അറിയുന്നില്ല. അതേസമയം തന്നെ നമ്മൾ പാരിസ്ഥിതിക സൗഹൃദമായ വണ്ടി ഉപയോഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഊർജവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. നമുക്കറിയാം, ലോകമെമ്പാടും ഇന്ന് ഊർജത്തിനായി ആശ്രയിക്കുന്നത് ഫോസിൽ ഫ്യൂലുകളെയാണ്. ഈ ഫോസിൽ ഫ്യൂൽ ആവട്ടെ അനുദിനം തീർന്നുകൊണ്ടിരിക്കുകയും ലോകത്താകമാനം ഫോസിൽ ഫ്യൂലിനായുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്നതുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഫോസിൽ ഫ്യൂലിന്റെ മുകളിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രാദേശികവും വികേന്ദ്രീകൃതവുമായ പരിസ്ഥിതി സൗഹൃദപരമായ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് നമ്മൾ ഗൗരവകരമായി ആലോചിക്കേണ്ടതുണ്ട്. അവർ പവർ അവർ പ്ലാനറ്റ് എന്ന ആപ്തവാക്യം കേൾക്കുമ്പോൾ മനോഹരമായി തോന്നുന്ന ഒന്നാണ്. ആപ്തവാക്യങ്ങളിൽ അഭിരമിക്കുന്നവരാണ് നമ്മൾ. ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആപ്തവാക്യങ്ങൾ ഉണ്ടാക്കുകയും സൂക്ഷ്മതലത്തിലേക്ക് ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ നിന്ന് ഈ ആപ്തവാക്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ തടയുകയും ചെയ്യുന്നു. ലോകത്തെല്ലാ മനുഷ്യർക്കും പൊതുവായി ലഭ്യമായ ഒരു ഊർജ്ജ സ്രോതസ്സുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ് സോളാർ എനർജി. ഒരു സോളാർ പ്ലാന്റ് സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു മനുഷ്യനും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ രാജ്യത്തിൻ്റെ കൽക്കരി ഖനന മേഖലയിലേക്കോ അല്ലെങ്കിൽ ഹൈഡൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ജീവിക്കുന്ന ആദിവാസികളോ ദളിതരോ ആയിട്ടുള്ള മനുഷ്യരെല്ലാം തന്നെ
വലിയ രൂപത്തിൽ ഊർജ്ജ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അവർ പവർ എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമായ ഒരു ഊർജ്ജ സ്രോതസ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്തവാക്യങ്ങളിൽ നിന്ന് വളരെ പ്രാദേശികവും സുസ്ഥിരവുമായ വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്കും അതിൻ്റെ സുസ്ഥിരമായ ഉൽപാദന രീതിയിലേക്കും നമ്മൾ ചിന്തകളെ കൊണ്ടു ചെന്നെത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ആഗോളതലത്തിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ നിന്നും ഫോസിൽ ഫ്യൂവലുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ വലിയ വെല്ലുവിളികളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനും സുസ്ഥിരമായ ഒരു ഭാവി രൂപപ്പെടുത്തിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഒന്നിനെയും പരിഗണിക്കാതെയുള്ള ലാഭേച്ഛയാൽ നയിക്കപ്പെടുന്ന ഒരേ ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. പ്രകൃതിയെയും ചുറ്റുപാടുകളെയും കൊള്ളയടിച്ച് മനുഷ്യൻ സ്വന്തമാക്കുന്ന നേട്ടങ്ങൾക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി നിലനിർത്താനുതകുന്ന സാമൂഹിക അവബോധം നിർമ്മിച്ചെടുക്കാൻ ഭൗമദിനം സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. നിർവഹണ സഹായം ഷിബിൻ കെ.